ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കണ്ടോ, നല്ല പച്ച, മഞ്ഞ, ചുവപ്പ് നിറങ്ങളിലൊക്കെ ഇരിക്കുന്നത്. ഇത് ബ്രൊക്കോളി സ്റ്റിർ ഫ്രൈ ആണ്. വളരെ ഡയറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്കിത് സ്റ്റാർട്ടറായിട്ടോ വെറുതെയോ ഡയറ്റിന് പാകത്തിൽ നിങ്ങൾക്ക് സലാഡായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ബ്രൊക്കോളിയിൽ ഒരുപാട് പോഷകമൂല്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ അത് കളയാതെ ഉണ്ടാക്കുക നോക്കാം. ഒരിക്കലും ബ്രൊക്കോളി വളരെ ചെറുതായി അരിയരുത് കേട്ടോ. അപ്പോൾ അതിലെ പോഷകമൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നല്ല ബ്രൊക്കോളി സ്റ്റിർ ഫ്രൈ എളുപ്പത്തിൽ ഉണ്ടാക്കാം നമുക്ക് നോക്കാം, കളറൊന്നും മാറാതെ. ബ്രൊക്കോളി സ്റ്റിർ ഫ്രൈ ഏറ്റവും ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ബ്രൊക്കോളിയുടെ കൂടെ ഒലിവ് ഓയിൽ നല്ലൊരു ഫ്ലേവർ കൊടുക്കും കേട്ടോ. ഒരു 3 വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ഒനിയനെ ക്യൂബായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതെങ്ങനെ ഒരു കടിക്കുന്ന ടേസ്റ്റിലാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണ്. 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് നമുക്കതിനെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരുപാട് സോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ബ്രൊക്കോളി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് ചെറുതുമല്ല, ഒരുപാട് വലുതുമായിട്ടല്ല ഇട്ടിരിക്കുന്നത്. ഇതൊന്ന് കടിക്കാനുള്ള ടേസ്റ്റിലാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഇതിൻ്റെ കളർ മാറാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് വേണ്ടവർക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് നമ്മുടെ കളേർഡ് ക്യാപ്സിക്കംസ് ആണ്. ഗ്രീനും യെല്ലോവും റെഡും ഇട്ട് കൊടുത്തു. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതിനെ ഒന്ന് അടച്ചു വെക്കാം. ബ്രൊക്കോളി ഓവർ കുക്ക്ഡ് ആയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഒറിഗാനോയും കൂടി ഫ്ലേവറിന് വേണ്ടി മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിരുമ്മിയിട്ട് കൊടുക്കാം. ഇനി ഇതിനെ ഓപ്പൺ ചെയ്ത് നമുക്കൊരു 2 മിനിറ്റ് ഇങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ അടിഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ട് ക്രിസ്പിയാകും. ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ. ഇതൊരു ഡയറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വെയിറ്റ് ലോസ് റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ സെർവിങ് ബൗളിലേക്ക് വയ്ക്കാം. അടച്ച് വെച്ചാൽ അതിൻ്റെ കളർ മാറും കേട്ടോ. അപ്പോൾ ഇതാ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ എടുത്ത് ഓരോ ബൗളിലേക്കാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഡയറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.